5 ലഡു വേണമല്ലോ. ഉണ്ണിബാല എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഓ ആ ഇതല്ലേ ലഡു? ആ ഇതാ 2 ഏത്തപ്പഴം കൂടി. ഓ വിരുന്നാര് വല്ല ഉണ്ടോ കാർത്തോയ്? നമുക്കെന്നും വിരുന്നുകാരല്ലേ രാമുവേ. ഉവ്വ ഉവ്വ. അഞ്ച് ലഡു 2 ഏത്തപ്പഴം. എത്ര ഉണ്ണിമാല? 8 രൂപ. 8 രൂപ. ദാ. ഈ 10 നോട്ട് എടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ നോട്ടൊക്കെ ഇങ്ങനത്തെയാ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങിച്ചൂടെ? ഓ ഞാനിപ്പോ ബാങ്കിൽ പോണു. എന്താ എന്താ പ്രശ്നം? കൃഷ്ണേട്ടാ ദേ ഈ നോട്ടൊന്ന് നോക്കിയൻ. ഓ വെയിലത്തൊന്ന് വന്ന് കേറിയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ, ഒരു ഇരുട്ട് പോലെ. നീ വാങ്ങിച്ചിടറാ, നമ്മുടെ കാർത്തു അല്ലേ. കണ്ണുള്ളവരെക്കാൾ കാഴ്ച ഇവന്. കളിയാക്കല്ല പെങ്ങളെ. പിന്നെ കൃഷ്ണേട്ടോ അങ്ങോട്ട് ഇരുന്നോ, ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ എവിടെ ഇരിടാ? കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഓ എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? കലക്കി. കലക്കിയോ? ആര്? അതല്ലടാ, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ. അങ്ങനെ തോമസ് സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അളന്ന് മുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ, പക്ഷേ പറഞ്ഞതുണ്ടല്ലോ 100 കിലോ തൂക്കമുള്ള കാര്യങ്ങളാ. നമ്മുടെ നേതാക്കന്മാര് പലരും അങ്ങേരെ കണ്ടു പഠിക്കണം. എന്തൊരു വിനയം, എന്തൊരു എളിമ. ഓ പാവങ്ങളോടൊക്കെയുള്ള സ്നേഹമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷ്ണേട്ടൻ പറഞ്ഞു നേരാ. ദൈവമാ തോമസ് സാറ്. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് കണ്ണ് കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് പാടുപെടോ? എന്ത് മെച്ചുണ്ടായിട്ടാ തോമസ് സാറിന്? അതാടാ ഞാൻ പറഞ്ഞത്, അങ്ങേരെ പോലുള്ളവർ ഈ നാട് ഭരിക്കണം, എന്നാലേ പാവങ്ങൾക്ക് രക്ഷയുള്ളൂ. കാഴ്ച കിട്ടിയിട്ട് വേണം ബംഗ്ലാവിൽ ചെന്നൊന്ന് കണ്ടു തൊഴാൻ. തൊഴുതാ മാത്രം പോരാ, ഒരു പാട്ടും പാടി കേൾപ്പിക്കണം. ആട്ടെ, കാഴ്ച കിട്ടിയാൽ ആദ്യം ആരെ കാണാൻ അതിന്റെ മോഹം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉറ്റ ചങ്ങാതിയായ എന്നെ അല്ലടാ. അമ്പടാ, കണി കാണാൻ കണ്ടയാള് നിന്റെ ഈ മോന്ത കണ്ട കാഴ്ച കിട്ടിയ കണ്ണ അപ്പ പൊട്ടും. എന്നെയല്ലേ? അയ്യോ, അതിൽ ഭേദം കാഴ്ച കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാരും കാണാൻ കൊതിയാവെനിക്ക്. എന്നാലും എനിക്ക് കണ്ണു തരുന്ന ആളെ തന്നെയല്ലേ ആദ്യം കണ്ടത് കൃഷ്ണേട്ടാ. ഓ രമണന്റെ ചന്ദ്രിക, അതറിയാൻ വേണ്ടി തന്നെയാടാ ചോദിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂവും ചൂടി പെൺകുട്ടികളും മുന്നിൽ വന്നിന്നാ കാണാൻ നല്ല ചന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവൂലെന്നോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കണ്ടോളാം, ഒക്കെ ഞാൻ കണ്ടോളാം. അവളെ കാണുമ്പോ പാടാൻ ചങ്ങനകത്തൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓ ഒന്ന് പാടടാ. ഞങ്ങളും കേക്കട്ടെ. ഓ